അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പഠിതാക്കളെ, സനദ് മുത്തസിലാക്കുന്ന നമ്മുടെ ക്ലാസ് സൂറത്തുൽ ബഖറ 17-ാമത്തെ ആയത്ത്, പേജ് നമ്പർ 4, അവിടെ നിന്നാണ് നമുക്ക് ഓതാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. صم بكم عمي فهم لا يرجعون. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. صدق الله العلي العظيم. مثلهم كمثل الذي استوقد. ഇവിടെ കൂട്ടി ഓതുമ്പോൾ കമസലില്ലദി ഇസ്തൗഖദ എന്ന് ഓതുള്ളൂ. കമസലി അല്ലദി ഇസ്തൗഖദ അങ്ങനെ ഓതൂല. കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫ തൻവീന് ശേഷം ഫ എന്നാൽ ഇഖ്ഫ ആണ്, മറച്ചിട്ട് മണിക്കണം. ഫലമ്മാ അദാഅത് മദ് മുൻഫസിലാണ് അല്ലേ, 2.5 അലിഫിന്റെ ഖദർ, 2.5 ഹറക്കത്തിന്റെ ഖദർ നീട്ടാം. ما حوله ذهب الله بنورهم സാക്കിന മീമിന് ശേഷം, സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നാൽ ഇൽഹാറാണ്, വെളിവാക്കി ഓതണം. മാത്രമല്ല മീമിന് ശേഷം വാവ് വരുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലുള്ളത് പോലെ അലൈഹിം വ സുക്കൂനുള്ള മീം ഉച്ചരിച്ചതിന് ശേഷം വാവിന് വേണ്ടി വായ തുറക്കണം.
ബിനൂരിഹിം വ ബിനൂരിഹിം വ മനസ്സിലായല്ലോ, അങ്ങനെ ഓതണം. വതറകഹും ഫീ ദുലുമാതില്ല ദുലുമാതില്ല തൻവീന് ശേഷം ലാം വന്നാൽ ഇദ്ഗാം ബിലാ ഗുന്ന ബിദുലുമാ ഫീ ദുലുമാതില്ല തില്ല തില്ല എന്നേ ഉള്ളൂ. തിൻ ല എന്ന് തൻവീന് വെളിവാക്കാൻ പറ്റില്ല, കാരണം തൻവീന് ശേഷമുള്ള ലാമിൽ ചേർത്തി മണിക്കുന്നുണ്ട്. സുമ്മുൻ ബുക്മുൻ അവിടെ ശ്രദ്ധിക്കണം. സുമ്മുൻ മീമിന് ശബ്ദം മണിക്കണം. അതിനുശേഷം മീമിന് തൻവീന് ശേഷമുള്ള ബായിൽ തൻവീന് ശേഷം ബാ വന്നാൽ സാക്കിന മീമിന് ശേഷം തൻവീന് ശേഷം സാക്കിന മീമിന്റെയും തൻവീന് ശേഷം ബാ വന്നാൽ നമുക്കറിയാം ഇഖ്ലാബാണ്. അതുകൊണ്ടാണ് ആ തൻവീനെ മീമാക്കി മറിച്ചിട്ടുള്ളത്. കണ്ടോ, ഈ തൻവീനിന്റെ അവിടെ മീം എഴുതി കൊടുത്ത് അതിന്റെ വള്ളി നേരെ താഴോട്ടാണ്, അഥവാ ഇഖ്ലാബിന്റെ മീമാണ്. തൻവീന് ശേഷമുള്ള ബായിലേക്ക് ബാ ഉണ്ടായതുകൊണ്ട് ഇഖ്ലാബ് ചെയ്തപ്പോ അവിടെ തൻവീനെ ഇനി മീമാക്കി മറിച്ചിട്ട് മണിച്ചോദനം എന്നറിയിക്കാൻ വേണ്ടിയാണ് അതിന്റെ മുകളിൽ ഒരു മീമ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബുക്ക് മുൻ ഉമ്യുൻ തൻവീന് ശേഷം ഐന് വന്നാൽ ഇൽഹാറാണ് വെളിവാക്കിയോദനം. തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫാ. അപ്പോൾ ഒരിടത്ത് ഇഖ്ലാബ്, ബുക്ക് മുൻ ഉമ്യുൻ എന്നിടത്ത് ഇൽഹാർ, എന്നിടത്ത് ഇഖ്ഫാ. ഫഹും ലാ യർജിഊൻ ഔ കസയ്യിബിൻ മിനസ് സമാഅ മദ് മുത്തസിൽ ഫീഹി ദുലുമാതുൻ. ദുൽമാതുൻ എന്ന ലാമിന് സുക്കൂൻ കൊടുത്തു, അതിൽ തെറ്റാണ്. ദുലുമാതുൻ കണ്ടോ, ദുലുമാതുൻ ദമ്മാണ്. തൻവീന് ശേഷം രണ്ടിടത്തും തൻവീൻ ദമ്മിന് ശേഷം ആദ്യം വാവ് വന്നു, പിന്നെ യാ വന്നു. ഇദ്ഗാം ബിഗുന്നയാണ്. യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം അത് മുൻഫസിലാണ് അല്ലേ. മിനസ് സവാഇഖി ഹദറൽ മൗത്ത് ഹദറൽ മൗത്ത് എന്ന് ഓതണം. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരണം, ഹദറ ആകാൻ പാടില്ല. ഹദറ ആയി കഴിഞ്ഞാൽ മധ്യത്തിൽ നിന്നാവില്ല, തൊണ്ടയുടെ അങ്ങേറ്റത്തിൽ നിന്ന് വരുന്ന ഹ ആയി മാറും. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. തൻവീന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബാണ് അല്ലേ. തൻവീന് ശേഷമുള്ള ബായിൽ ചേർത്തി മണിച്ച് ഓതണം. അതുകൊണ്ട് തൻവീന് ശേഷം ബാ വന്ന ഇഖ്ലാബാണ്. അതുകൊണ്ട് തൻവീനെ മീമാക്കി മറിച്ച് മണിച്ചോദനം. മീമാക്കി മറിച്ച് മണിച്ചോദനം. അപ്പൊ തൻവീനിന് ശേഷം ബാ വന്ന ഇഖ്ലാബാണ്. മീമിന് അതുകൊണ്ടാണ് തൻവീനിനെ മറിച്ച് അവിടെ മീമാക്കി മറിച്ച് മണിച്ചോദനം എന്ന് അറിയിക്കാൻ വേണ്ടി മീമിട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ സിലെ കണ്ടോ, സില എന്ന് വന്നാൽ അവിടെ അൽ വസ്ൽ ഔല എന്നാണ്. കൂട്ടിയോദാനും പറ്റും, നിർത്തിയോദാനും പറ്റും. എന്നാൽ വസ്ലാണ്, കൂട്ടിയോദലാണ് ഏറ്റവും നല്ലത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഹദറുൽ മൗത്ത് എന്നുള്ളടത്ത് ജീമ ഉണ്ടാവും. അവിടെ ജീമ് ജായിസാണ്, വഖഫ് ജായിസാണ്, നിർബന്ധമല്ല, വേണമെങ്കിൽ നിർത്താം. കുല്ലമാ അദ്ദാഅ ലഹും മശൗ ഫീഹി. ഇവിടെ അദ്ദാഅ എന്നുള്ളടത്ത് ദ്വാദിന് ഇസ്തിഅല തഫ്ഖീം കൊടുക്കണം അല്ലെ. വായ നിറഞ്ഞു ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ്വാദ്. ഇസ്തിഅലനെ തുടർന്നാണ്, അഥവാ നാവിന്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് ഉയർന്നുച്ചരിക്കണം. അപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യമാണ് തഫ്ഖീം, വായ നിറക്കുക എന്നുള്ളത്. അതിന് നീട്ടാനുള്ള അലിഫിനെയും എന്ത് ചെയ്യണം, അലിഫിനെയും എന്ത് ചെയ്യണം, ഇസ്തിഅലഉം തഫ്ഖീമും കൊടുത്തു ഓതണം. മദ് മുത്തസിലാണ്. അപ്പൊ കുല്ലമാ അദ്ദാഅ ലഹും മശൗ ഫീഹി അങ്ങനെ ഓതണ്ടേ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാണ്. ഇവിടെ മശൗ ഫീഹി എന്നുള്ളടത്ത് വഖഫ് ചെയ്യൽ അങ്ങനെയാണല്ലോ അല്ലെ. അതേ സമയത്ത് നമ്മൾ ഓതിയതിൽ നേരത്തെ ഓതി വെച്ചതില് കണ്ടോ, فأخرج به من الثمرات എന്നുള്ളടത്ത് فأخرج به അവിടെയും ബിഹ് എന്നേ വഖഫ് ചെയ്യുള്ളൂ. ബിഹി എന്ന് കൂട്ടി ഓതൂല, അല്ലെങ്കിൽ ബിഹി എന്ന് കുറച്ച് ഒരു അലിഫിന്റെ ഖദർ നീട്ടിയിട്ട് വഖഫ് ചെയ്യൂല. അങ്ങനെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ وأنزل من السماء ماء കണ്ടോ, അവിടെ അങ്ങനെയാണ് വഖഫ് ചെയ്യുക, ഒരു അലിഫിന്റെ ഖദർ നീട്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.